ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SCERT സ്റ്റാൻഡേർഡ് 10 ബയോളജിയിലെ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഒബ്സർവ് ദി പിക്ചർ. Children and other organisms have a variety of experiences. What are they? A child tasting a mango. A snail withdrawing its body into the shell when it is touched. അതായത് ഈ ഒരു പിക്ചറിൽ കുറച്ച് കുട്ടികളെയും അതുപോലെ വേറെ ചില ജീവജാലങ്ങളെയും കാണാം. അവർ ഓരോരുത്തരും വ്യത്യസ്തമായ ചില ആക്ടിവിറ്റീസിലാണല്ലേ. അപ്പോൾ അവർ ഓരോരുത്തരും എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാം, ഒരു കുട്ടി അവിടെ മാംഗോ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, മാമ്പഴം രുചിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കുട്ടി അവിടെ സ്നെയിലിനെ, അതായത് ഒച്ചിനെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒച്ച് അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് തന്നെ വലിക്കുന്നത് കാണാം. അതുപോലെ വേറെ രണ്ട് കുട്ടികൾ ശബ്ദമുണ്ടാക്കി കിളികളെ ഓടിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കുട്ടി വെള്ളമെടുത്ത് മുഖം കഴുകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസംസ് റെസ്പോണ്ട് ഹിയർ? അതായത് ഇവിടെ കുട്ടികളും ജീവജാലങ്ങളൊക്കെ എന്തിനോടെല്ലാമാണ് പ്രതികരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് ടേസ്റ്റ് അല്ലേ, രുചി, അതുപോലെ ടച്ച്, അതുപോലെ സ്മെൽ, വിഷൻ ഓർ സൈറ്റ്, ഹിയറിംഗ് ഓർ സൗണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കാൾഡ് സ്റ്റിമുലി. അപ്പോൾ ഇത്തരത്തിൽ ജീവജാലങ്ങളിൽ പ്രതികരണങ്ങൾക്ക് അഥവാ റെസ്പോൺസസിന് കാരണമാകുന്ന സെൻസസുകളെയാണ് സ്റ്റിമുലി എന്ന് വിളിക്കുന്നത്. ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലി ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലി ഫോംഡ് ഇൻസൈഡ് ദി ബോഡി. ആറിൻ്റെ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ സച്ച് സ്റ്റിമുലി. ഹൗ ഡസ് എ ബോഡി റിസീവ് സ്റ്റിമുലി? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമല്ല നമുക്ക് സ്റ്റിമുലി ഉണ്ടാവുന്നത്, നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോലും സ്റ്റിമുലി ഉണ്ടാവുന്നുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, വിശപ്പും ദാഹമൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റിമുലിക്ക് ഉദാഹരണമാണ്. ഇനി ഇതുപോലെയുള്ള സ്റ്റിമുലികൾ വേറെ ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലി? എങ്ങനെയായിരിക്കും നമ്മുടെ ശരീരം സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത്? അതിനെപ്പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടങ്ക് അഥവാ നമ്മുടെ നാക്കിലെ സ്പെഷ്യലൈസ്ഡ് സെൽസ്, അതുപോലെ രണ്ടാമത്തെ പിക്ചറിൽ കണ്ണിലെ സ്പെഷ്യലൈസ്ഡ് സെൽസുമാണ് തന്നിട്ടുള്ളത്. There are specialized cells in the sense organs and other parts of the body to receive stimuli. These cells are known as receptors. They receive stimuli and generate suitable impulses. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് നമ്മുടെ സെൻസ് ഓർഗൻസിലും അതുപോലെ ബോഡിയുടെ മറ്റു പാർട്സിലൊക്കെ പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയൂലേ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലേ. ഐ, ഇയർ, നോസ്, ടങ് ആൻഡ് സ്കിൻ ആർ ദ സെൻസ് ഓർഗൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻസ് ഓർഗൻസിലും ബോഡിയുടെ മറ്റു പാർട്സിലൊക്കെ ഉള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിലൂടെയാണ് നമ്മൾ സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത്. ദീസ് സെൽസ് ആർ നോൺ ആസ് റിസിപ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ സെൽസ് അറിയപ്പെടുന്നത് റിസിപ്റ്റേഴ്സ് എന്നാണ്. ദേ റിസീവ് സ്റ്റിമുലി ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. അവരെന്താണ് ചെയ്യുന്നത്? റെസിപ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? സ്റ്റിമുലി റിസീവ് ചെയ്യുന്നു, അതിനുശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. എന്താണ് സ്യൂട്ടബിൾ ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ? ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതും ആരാണ്? ഈ റിസെപ്റ്റേഴ്സ് ആണ്. നോർമലി റെസ്പോൺസസ് occur when the impulses generated by the receptors on receiving the stimuli reach the brain. The nervous system controls and coordinates these actions. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ആക്ഷൻ നടക്കുമ്പോൾ അതിനോട് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നത് റെസെപ്റ്റേഴ്സ് ആണല്ലേ. സ്റ്റിമുലി റിസീവ് ചെയ്തുകൊണ്ട് റെസെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലെത്തണം. അപ്പോൾ മാത്രമാണ് നമ്മളൊരു ആക്ഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പാർട്സ്, മേജർ പാർട്സ് അവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂറോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യനാണ് ന്യൂറോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്താണ്? ന്യൂറോൺ അഥവാ നെർവ് സെല്ലാണ്. ലൈക്ക് ആൾ അതർ സെൽസ്, ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. എല്ലാ സെല്ലുകളെയും പോലെ തന്നെ ന്യൂറോൺ സെല്ലിനും എന്തൊക്കെയുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് അഥവാ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് അഥവാ സന്ദേശങ്ങളെ റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. അടുത്തതാണ് ഡെൻഡ്രോൺ. ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ആ യെല്ലോ കളറിലുള്ള നടുക്ക് കാണുന്ന ഭാഗമാണ് സെൽ ബോഡി, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു ചെറിയ ഫിലമെൻറ്റ്, ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ. ആ ഡെൻഡ്രോണിൻ്റെ മറ്റത്തുള്ള ചെറിയ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. അതായത് ഡെൻഡ്രൈറ്റിൽ എത്തി നിൽക്കുന്ന ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക്, കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോൺ ആണ്. അടുത്ത ഒരു പാർട്ടാണ് ആക്സോൺ. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ആക്സോൺ. സെൽ ബോഡിയിൽ നിന്ന് വളരെ നീളത്തിൽ കിടക്കുന്ന കാണുന്നില്ലേ, അതാണ് ആക്സോൺ. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അപ്പോൾ സെൽ ബോഡിയിൽ നിന്ന്, കോശ ശരീരത്തിൽ നിന്ന് ഇമ്പൾസസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ ആക്സോൺ ആണ്. ഇനി ആക്സോണിനെ ചുറ്റി നിൽക്കുന്ന കോശങ്ങളാണ് ഷ്വാൻ സെൽസ്. ഓക്കെ, ഷ്വാൻ സെൽസ് എൻസർക്കിൾസ് ദ ആക്സോൺ. ആക്സോണിന് ചുറ്റി എൻസർക്കിൾ ചെയ്ത് കിടക്കുന്ന കോശങ്ങളാണ്, സെൽസ് ആണ് ഷ്വാൻ സെൽസ്. അടുത്തതാണ് ആക്സോണൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് അഥവാ ശാഖകളാണ് ആക്സോണൈറ്റ്. ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ഇമ്പൾസസിനെ, സന്ദേശങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ഇനി അവസാനത്തെ പാർട്ടാണ് സിനാപ്റ്റിക് നോബ്. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ അറ്റത്തെ ടിപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. സിക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്രവിക്കുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇപ്പോൾ ന്യൂറോണിൻ്റെ പാർട്സ് എന്തായാലും പഠിച്ചു വെക്കണം, പാർട്സും അതിൻ്റെ ഫങ്ഷൻസും. ഇപ്പോൾ ഇതിൻ്റെ പിക്ചർ തന്നിട്ട് പാർട്സ് അടയാളപ്പെടുത്താനും അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനൊക്കെ ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Axons of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called a myelin sheath. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് മൈലിൻ ഷീത്ത് എന്നുള്ളതാണ്. ഒരുവിധം ന്യൂറോൺസിൻ്റെയൊക്കെ ആക്സോണ് മൈലിൻ എന്നൊരു ഘടകത്താൽ എൻസേർക്കിൾ ചെയ്തിരിക്കും, അതായത് വലയം ചെയ്തതായിരിക്കും. ഈ മൈലിൻ എന്നുള്ളത് ലിപ്പിഡ് അടങ്ങിയ ഒരു മെംബ്രെയിനാണ്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടങ്ങിയ ഒരു മെംബ്രെയിനാണ് മൈലിൻ എന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്ത് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. അപ്പോൾ ആക്സോണുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ നെർവ് എന്ന് വിളിക്കുന്നത്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. അപ്പോൾ നമ്മുടെ നെർവിലുള്ള മൈലിൻ ഷീത്ത് എന്തിനാലാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്? ഷ്വാൻ സെൽസിനാലാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെയുള്ള മൈലിൻ ഷീത്ത് രൂപീകരിച്ചിരിക്കുന്നത് ചില സ്പെഷ്യലൈസ്ഡ് സെൽസിനാലാണ്. അവയെ നമ്മൾ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. അപ്പോൾ മൈലിൻ ഷീറ്റിന് ഷൈനി വൈറ്റ് കളറാണുള്ളത്. ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വെർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ അബൻഡൻസ് ഇസ് കാൾഡ് വൈറ്റ് മാറ്റർ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലൊക്കെ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ് കാണുന്നത്. അപ്പോൾ മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. ദ പാർട്ട് വെർ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കാൾഡ് ഗ്രേ മാറ്റർ. അപ്പോൾ നോൺ മൈലിനേറ്റഡ് നെർവ്സ് കാണപ്പെടുന്നത്, അതായത് മൈലിൻ ഷീത്ത് കാണപ്പെടാത്ത ഭാഗത്തെ നമ്മൾ ഗ്രേ മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മൈലിൻ ഷീത്ത് കാണുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കാണപ്പെടാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. The major functions of the myelin sheath are to provide nutrients and oxygen to the axon, accelerate impulses, act as an electric insulator and protect the axon from external shocks. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്തൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. ആക്സോണിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ എത്തിക്കുന്നത് മൈലിൻ ഷീത്താണ്. അതിൽ ആക്സിലറേറ്റ് ഇമ്പൾസസിൻ്റെ അഥവാ സന്ദേശങ്ങളുടെ വേഗത കൂട്ടുന്നു. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതും മൈലിൻ ഷീത്താണ്. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആരാണ്? മൈലിൻ ഷീത്താണ്. അപ്പോൾ ഇതാണ് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ അഥവാ ഫങ്ഷൻസ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻഡിക്കേറ്റേഴ്സിൽ തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ, അത് രണ്ടും എന്താണെന്ന് നോക്കി. ദെൻ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്.
അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ദ നെർവസ് സിസ്റ്റം മാനേജ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ്. അപ്പോൾ നെർവസ് സിസ്റ്റം അഥവാ നാഡീ വ്യവസ്ഥ ഇതിൻ്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സാധ്യമാക്കുന്നത് ഇമ്പൾസസിലൂടെയാണ്. ഹൗ ആർ ദീസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഇമ്പൾസസ് രൂപാന്തരപ്പെടുന്നതും അതുപോലെ ന്യൂറോൺസിലൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. The outer surface of the plasma membrane of the neuron is positively charged and the inner surface is negatively charged. This is due to the difference in the distribution of certain ions. അവിടെ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം ന്യൂറോണിൻ്റെ ഔട്ടർ സർഫേസ് അഥവാ പുറം ഭാഗം പോസിറ്റീവ് ചാർജും ഉൾഭാഗം അഥവാ ഇന്നർ സർഫേസ് നെഗറ്റീവ് ചാർജുമാണ്. ഇതിനുള്ള കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്. ചില അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ വന്ന ചേഞ്ചസ് അഥവാ ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവുന്നത്. When stimulated, the distribution of ions in that particular part changes and hence the inner surface becomes positively charged and the outer surface becomes negatively charged. This momentary charge difference stimulates its adjacent parts and similar changes occur there too. As this process proceeds, impulses get transmitted as electric charges. Nerve impulses are messages transmitted through the neurons. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുകളാണ്. അപ്പോൾ ഇവിടെ സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്ത് എവിടെയാണോ സ്റ്റിമുലേഷൻ നടക്കുന്നത്, സ്റ്റിമുലസ് ഉണ്ടാവുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയിലെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ആകും, അതുപോലെ നെഗറ്റീവ് ചാർജ് എന്താകും, പോസിറ്റീവ് ആകും. പുറത്ത് നെഗറ്റീവ് ആകും, അതിനകത്തുള്ള ഭാഗം പോസിറ്റീവ് ചാർജ് ആകും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന മൊമെൻ്ററി ചേഞ്ച് കാരണം അതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്തിനും ഇത്തരത്തിൽ സ്റ്റിമുലേഷൻ സംഭവിച്ച് അത് പോസിറ്റീവ് ആകും, നെഗറ്റീവ് ആകും. ഇങ്ങനെ ഈ ഒരു ചാർജ് ചേഞ്ചസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇലക്ട്രോണിക് ചാർജസ് ആയിട്ട് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂറോൺസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജസിനെയാണ് നമ്മൾ നെർവ് ഇമ്പൾസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തതെന്ന് ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നുണ്ട്. ചാർജസ് ഓൺ ഏതർ സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലുള്ള ചാർജസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇന്നർ സൈഡിൽ നെഗറ്റീവ് ചാർജും ഔട്ടർ സൈഡിൽ പോസിറ്റീവ് ചാർജുമാണ്. ചേഞ്ച് ഇൻ ദ ചാർജസ് ഓഫ് അയോൺസ് വെൻ സ്റ്റിമുലേറ്റഡ്. സ്റ്റിമുലേറ്റഡ് ആകുന്ന സമയത്ത് ഈ അയോണിൻ്റെ ചാർജസിന് എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് നെഗറ്റീവ് ആകും, നെഗറ്റീവ് പോസിറ്റീവ് ആകും. ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അപ്പോൾ എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ മാത്രമാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്